കേവലം 16 വയസ്സുള്ളപ്പോൾ പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരമാണ് ബാഷ്പാഞ്ജലി. അന്ന് നിലനിന്നിരുന്ന കാവ്യപാരമ്പര്യത്തെ ശിരസേറ്റി ലാളിച്ചവർ കവിയെന്നോ കവിതയെന്നോ അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത അക്കാലത്തിൽ പോലും നിസ്വരായ കേവലരായ മനുഷ്യർ പാടി നടക്കുകയും അംഗീകരിക്കുകയും ചെയ്തു ഈ കൊച്ചു ബാലപ്രതിഭയെ. എങ്ങനെ സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് അത് ചെല്ലാതിരിക്കും? നിഴലും വെളിച്ചവും മാറി മാറി, നിഴലും വെളിച്ചവും മാറി മാറി, നിഴലിക്കും ജീവിത ദർപ്പണത്തിൽ ഒരു സത്യം മാത്രം നിലയ്ക്കുമെന്നും, പരമാർത്ഥ സ്നേഹത്തിൻ മന്ദഹാസം. നിഴലും വെളിച്ചവും മാറി മാറി നിഴലിക്കുന്ന ജീവിത ദർപ്പണത്തിലേക്ക് ഇങ്ങനെ നോക്കി സ്നേഹത്തിനു വേണ്ടി അന്നേ ഉഴന്നു കേഴുന്ന ഒരു ഹൃദയത്തെ കണ്ടാൽ ആർക്കാണ് ഹൃദയം തുറന്ന് ആ വചോധാരയെ മനസ്സിലേക്ക് കടത്തി വിടാതിരിക്കാൻ കഴിയുക? ബാഷ്പാഞ്ജലി അങ്ങനെ അനവധി തത്വങ്ങളുടെയും നിരാശതാബോധത്തിൻ്റെയും പ്രേമ നൈരാശ്യങ്ങളുടെയും ഒരു വെറും പാട്ട് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ പോലും അതിനകത്ത് കിടക്കുന്ന ഇതുപോലുള്ള സർഗപ്രധാനങ്ങളായ ദർശനപ്രധാനങ്ങളായ സുമധുരമായ കാവ്യമൊഴികൾ, കാവ്യമുത്തുകൾ ഇന്നും ഓർത്തു കഴിഞ്ഞാൽ അതൊരു സന്തോഷത്തിനപ്പുറം അതൊരു സാഫല്യമാണ് സഹൃദയന് തരിക.